ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി MLA AP അനിൽകുമാർ കരുവാരകുണ്ടിലെത്തി സ്ഥാനാർത്ഥികളെ കണ്ടു. ഓരോ സ്ഥാനാർത്ഥികളും അതാത് വാർഡുകളിലെ വോട്ടർമാരെ നേരിട്ട് കണ്ട് സുതാര്യമായ പ്രവർത്തനങ്ങളിലൂടെ നാടിൻ്റെ വികസന പ്രക്രിയയിൽ ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പു നൽകി മികച്ച ഭൂരിപക്ഷം നേടി വിജയിക്കണമെന്നും കഴിഞ്ഞ തവണ ചെറിയ അശ്രദ്ധ കൊണ്ട് UDFിന് നഷ്ടപ്പെട്ട ഗ്രാമപഞ്ചായത്ത് ഭരണം 24 വാർഡുകളും നേടി തിരിച്ചു പിടിക്കണമെന്നും MLA ആഹ്വാനം ചെയ്തു. UDF നേതാക്കളോടൊപ്പം താനും ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന UDF സ്ഥാനാർത്ഥി സംഗമത്തിൽ 24 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലെ സ്ഥാനാർത്ഥികളും ജില്ലാ ബ്ലോക്ക് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കേരളം മുഴുവൻ UDFിന് അനുകൂലമായ ഒരു അന്തരീക്ഷമാണുള്ളത്. കരുവാരകുണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെയുള്ള വികാരം, അതോടൊപ്പം തന്നെ 5 വർഷക്കാലത്തെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഭരണത്തിനെതിരെയുള്ള വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. കഴിഞ്ഞ 5 വർഷം UDFിന് ചെറിയ ഒരു കൈത്തെറ്റ് പറ്റിയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ആ തെറ്റ് പൂർണ്ണമായി തിരുത്തിക്കൊണ്ട് കരുവാരകുണ്ട് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും UDF വിജയിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അതിനനുകൂലമായ എല്ലാ രാഷ്ട്രീയ സാഹചര്യവും ഇന്ന് കരുവാരകുണ്ട് പഞ്ചായത്തിലുണ്ട്. ജനങ്ങൾ ഇന്ന് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളും UDFിനോടൊപ്പം നിൽക്കുന്ന അന്തരീക്ഷമാണ് കരുവാരകുണ്ടുള്ളത്. അതുകൊണ്ട് നല്ലൊരു റിസൾട്ട് കരുവാരകുണ്ട് പഞ്ചായത്തിലുണ്ടാകും. അതിനുവേണ്ടി ജനങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്.